സോ അങ്ങനെ ലാസ്റ്റ് വീക്ക് ഡൽഹി വെച്ച് നടന്ന ബെൻക്യൂൻ്റെ ഇവൻറ്റിൽ എനിക്ക് ഇൻവൈറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇവൻറ്റിൽ വെച്ച് ബെൻക്യൂൻ്റെ ലേറ്റസ്റ്റ് ഹാലോ 2 സ്ക്രീൻ ബാർ ഇൻ ഹാൻഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിച്ചു. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ബെൻക്യൂൻ്റെ സ്ക്രീൻ ബാർ യൂസർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും ഹാലോ 2ന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് കംപ്ലീറ്റ് റീഡിസൈൻ ആണ് ബെൻക്യൂ കൊണ്ടു നിൽക്കുന്നത്. സോ നിങ്ങളൊരു ഗെയിമർ, ഡിസൈനർ, പ്രോഗ്രാമർ ഓർ ഈവൻ നിങ്ങളുടെ ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇത് ട്രഡീഷണലി നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ലൈറ്റ് അല്ല. നമ്മുടെ വർക്കിംഗ് എൻവറോൺമെൻറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന സ്ട്രെയിനിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ത്രൈസോൺ ബാക്ക് ലൈറ്റിങ്ങോടെ വരുന്ന സ്ക്രീൻ ബാറാണിത്. സോ ഫ്രണ്ടിൽ വൈഡർ ആയിട്ടുള്ള ഡ്യുവൽ കളർ LED ബാറാണ് കൊടുത്തിരിക്കുന്നത്. സോ ലൈറ്റ് ആൻഡ് വാം ടോൺസ് വളരെ ഈസിലി ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മറ്റ് സ്ക്രീൻ ബാറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ലൈറ്റ് സ്പില്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് പ്രിസൈസ് ആൻഡ് ഷാർപ്പാണ്. ആൻഡ് ഇതൊരു അവാർഡ് വിന്നിംഗ് ഡിസൈനാണ്. പ്രത്യേകിച്ച് IFൻ്റെയും റെഡ് ഡോട്ടിൻ്റെയും റെക്കഗ്നേഷൻ ഇതിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐ സ്ട്രെയിനിങ്, റിഫ്ലക്ഷൻ. സോ ഈ പ്രോബ്ലത്തിനെ എല്ലാം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഡക്റ്റാണ് ബെൻക്യൂൻ്റെ ഹാലോ 2 എന്ന സ്ക്രീൻ ബാർ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള മോണിറ്റേഴ്സ് ആണെങ്കിലും തിക്കർ ആയിക്കോട്ടെ, സ്ലിമ്മർ ആയിക്കോട്ടെ, കർവ്ഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാമ്പ് ചെയ്യാൻ സാധിക്കുന്ന ബെൻക്യൂൻ്റെ സ്വന്തം പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാമ്പിംഗ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് സ്ക്രീൻ ബാറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതിൽ വരുന്ന ഒപ്റ്റിക്കൽ ടെക്നോളജി നമുക്ക് കൂടുതൽ ഐ കംഫർട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ക്രീൻ ബാർ നമുക്ക് 80 ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള റിഫ്ലക്ഷൻസും നമ്മുടെ ഡിസ്പ്ലേയിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ ക്ലാമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ്സുകൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ സ്ക്രീൻ ബാറിൻ്റെ ഫ്രണ്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആകാനും ഓൺ ആകാനും സാധിക്കുന്നതാണ്. പുതിയ സ്ക്രീൻ ബാറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കംപ്ലീറ്റ്ലി വയർലെസ് കൺട്രോളർ യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൺട്രോളറിൻ്റെ സെൻട്രൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളർ ടെമ്പറേച്ചർ, ഇൻറ്റൻസിറ്റി, ബ്രൈറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സിംഗിൾ ലൈറ്റോ ഡ്യുവൽ ലൈറ്റോ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ആൻഡ് ഒരൊറ്റ സിംഗിൾ ചാർജിൽ നിങ്ങൾക്ക് 3 മാസം വരെ ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്രിയേറ്ററോ, ഡിസൈനറോ, പ്രോഗ്രാമറോ, ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എസെൻഷ്യലി വേണ്ട ഒരു ഐറ്റമാണ് ബെൻക്യൂൻ്റെ സ്ക്രീൻ ബാർ. കാരണം ഇറ്റ്സ് പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് ആക്യുറസി. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.